എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഒരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്കത് വീട്ടിലെ ചേരുവകൾ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് പെട്ടെന്ന് തന്നെ നമുക്ക് ചായക്ക് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് അപ്പുറത്തെ അടുപ്പിൽ വേഗം ഉണ്ടാക്കി കുട്ടികളൊക്കെ 4 മണിക്ക് സ്കൂളിൽ വരുമ്പോഴേക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു പലഹാരമാണ് അന്ന് ഉണ്ടാക്കുന്നത്. ഇനി അത് നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കാം. ഈ 4 മണി പലഹാരം ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ: ഒരു 1.5 കപ്പ് അവിലെടുത്തിട്ടുണ്ട്. അത് നമുക്ക് എത്ര ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ഒരു ലേശം പൊട്ടുകടല, 1 കപ്പ് നാളികേരം ചിരവിയത്, പിന്നെ കുറച്ച് നിലക്കടല, നട്ട്സ് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, കാഷ്യൂനട്ട്, 2 ഏലക്കായ, 2 അച്ച് ശർക്കര. ഈ ശർക്കര നമുക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ട് പാവ് കാച്ചിയിട്ട് അരിച്ചെടുക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ നെയ്യ് ചൂടായതിന് ശേഷം ഈ കാഷ്യൂനട്ടൊന്ന് അതും മുറിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് ചുവന്നാൽ മതി. ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു അവിലുണ്ടയാണ് കേട്ടോ. അവിലുണ്ടാന്നോ എന്ത് വേണമെങ്കിൽ പറയാമെന്നത്. അവിൽ വിളയിച്ചതിനേക്കാളൊക്കെ ടേസ്റ്റാണത്. ഇനി നമുക്ക് ഈ നട്ട്സ് കോരി അഴന്നെടുക്കാം. ഇനി ഈ നട്ട്സ് വറുത്ത അതേ പാനിലേക്ക് തന്നെ നമുക്ക് ഈ അവിൽ ഇട്ട് കൊടുക്കാം. ഈ പൊട്ടുകടല ഇടാം, നിലക്കടല ഇടാം. ഇതെല്ലാം കൂടി ഒന്ന് മുരിഞ്ഞ് വരുന്നവരെ വറുത്തെടുക്കണം. കുറച്ചൊന്ന് മുരിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ഈ നാളികേരം ചിരവിയത് ഇട്ട് കൊടുക്കാം. അവിലൊന്നും മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ നാളികേരം ചിരവിയത് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ മുറി നാളികേരം എടുത്തിട്ടുള്ളൂ. ഈ നമ്മൾ എത്ര അവിലെടുക്കുന്ന അനുസരിച്ചിട്ട് ചേർത്താൽ മതി. നാളികേരം അധികമൊന്നുമില്ല. ഇനി ഈ നാളികേരത്തിൻ്റെ വെള്ളം ഒന്ന് വലിഞ്ഞു വരണം. നാളികേരത്തിലുള്ളൊരു ഈർപ്പുണ്ടാവുമല്ലോ, അതൊന്ന് മൊരിയണം. അതുവരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. അത് അപ്പോഴൊക്കെ നമ്മൾ ഈ ഫ്ലെയിം മീഡിയത്തിൽ വെച്ചാൽ മതി. ഒരുപാട് ഫ്ലെയിം വെച്ചാൽ കരിഞ്ഞു പോകും. ഇനി അതിലേക്ക് ഒരു 2-3 ഏലക്കായ കൂടി ഇട്ട് കൊടുക്കാം. ഈ അവൽ നല്ലോണം ഒന്ന് ഫ്രൈ ആയി വരണം, എന്നാലേ നമുക്കത് പൊടിക്കാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും അവലും നാളികേരവും എല്ലാം രണ്ടും കൂടി ഒരേപോലെ ഫ്രൈ ആയി വന്നോളും. ഇപ്പോൾ അത് 2-3 മിനിറ്റ് ഇളക്കിയപ്പോഴേക്കും നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി ഇതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ടൊന്ന് കുറച്ചൊന്ന് ആറിയതിന് ശേഷമേ നമുക്കത് പൊടിക്കാൻ പറ്റുള്ളൂ. നാളികേരത്തിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ട് അവിലൊക്കെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ആറിയതിന് ശേഷമേ പൊടിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇത് നല്ലപോലെ ആറിയിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി പൊടിച്ചെടുത്തിട്ട് വരാം. ഇനി ഈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ
ശർക്കര നേരത്തെ കണ്ടത് ഉരുക്കി അരിച്ച് വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. കല്ലില്ലാത്ത ശർക്കരയാണെങ്കിൽ പിന്നെ അരിക്കണം എന്നില്ല, പക്ഷേ നമ്മൾ ചിലപ്പോൾ കല്ലും കരടൊക്കെ ഉണ്ടാവും, അപ്പോൾ ഒന്ന് അരിച്ചാൽ നന്നായിരിക്കും. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അവിലായതുകൊണ്ട് ഹെൽത്തിയാണ്. ഇനി വലിയ നട്ട്സ് എന്ത് വേണമെങ്കിൽ ഇടാം കേട്ടോ, നമുക്കിഷ്ടമുള്ളത് ബദാമോ പിസ്തയോ അങ്ങനെ എല്ലാ നട്ട്സും ഇതിൽ ഇടാം. ഈത്തപ്പഴം വേണമെങ്കിൽ ഇടാം, അതൊക്കെ ടേസ്റ്റാണത്. ഞാനിപ്പോൾ ഈ വക ചേരുവകൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഈ ശർക്കരപ്പാനി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി ഈ പൊടി, പൊടിച്ചു വെച്ച പൊടി കണ്ടോ, ഇതേപോലെ പൊടിച്ചാൽ മതി, അല്ലാതെ നൈസാവണമെന്നില്ല. ഈ പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പൊടിച്ചു വെച്ച അവലും നട്ട്സൊക്കെ കൂടിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. ഞാൻ അതിലേക്ക് ഈ നട്ട്സ് ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. നല്ലോണം ഒന്ന് ഡ്രൈ ആവുവോളം ഇളക്കിയെടുക്കണം. ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമുള്ളൊരു പലഹാരം അത്. അവർ വീട്ടിലുണ്ടെങ്കിൽ ഉണ്ടാക്കിയ ശർക്കര ഉണ്ടെങ്കിൽ മധുരം നമ്മളെ ആവശ്യാനുസരണം ചേർക്കാം കേട്ടോ. അധികം വേണ്ടവർക്ക് കുറച്ചുകൂടി വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ഇപ്പോൾ 2 അച്ച ഇതിൽ ചേർത്തിട്ടുള്ളൂ. അത് നമ്മുടെ ഇഷ്ടം പോലെ ചേർക്കാം. നമ്മളിതിൽ പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയല്ലേ ചേർക്കണം, അതുകൊണ്ട് പഞ്ചസാര അത്രയും കൂടി നമ്മളെ ഹെൽത്തിക്ക് നല്ലതല്ല. ശർക്കര ആകുമ്പോൾ അതിന് നമ്മുടെ ഹെൽത്തിന് യാതൊരു ദോഷവുമില്ല. അതുകൊണ്ട് കുറച്ചുകൂടി നന്നായിട്ട് നമുക്കത് കഴിക്കാൻ പറ്റും. കുട്ടികളൊക്കെ 4 മണിക്ക് സ്കൂളിട്ട് വരുമ്പോഴേക്കും ഇങ്ങനെ ഉണ്ടാക്കി വെറുതെ അവർ കൊടുത്താൽ അവർക്കൊന്നും ഇഷ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ വെറൈറ്റി ഒന്ന് മാറ്റിയിട്ട് ഉണ്ടാക്കി കൊടുത്താൽ അവർ സ്വാദോടുകൂടെ കഴിക്കും. നല്ല ചുടുചായയും ഈ അവലുണ്ടയും കൂടി നല്ല ടേസ്റ്റാണത്. ഉണ്ടോ, ഇത്രയും ആയാൽ മതി. ഇപ്പം വെള്ളം നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിൽ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇത്രയായാൽ മതി. ഇപ്പോൾ അത് നല്ലപോലെ ആറി ചെറിയൊരു ചൂടിലായിട്ടുണ്ട്. ചെറിയൊരു ചൂട് നല്ലതാണ്, അപ്പോഴാണ് നമുക്കത് ഉരുട്ടിയാൽ നേരെയുള്ളൂ. ഇതേപോലെ ഉരുട്ടിയെടുക്കാം. ഉണ്ടോ, ഈ പാകത്തിലാണ് നമ്മളത് വറ്റിച്ചെടുക്കേണ്ടത്. ഇതേപോലെ എല്ലാം നമുക്കിതുപോലെ ഊറ്റിയെടുക്കാം. നല്ല ടേസ്റ്റ് ഏറിയൊരു പലഹാരം അത്, ദേഹത്തിനും നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ എള്ളുണ്ട എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത് ഇനി ചായ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചായയും പലഹാരം കൂടി കഴിക്കാൻ നല്ലതാണത്. ഇത് കണ്ടോ, പൊട്ടിച്ച അതുപോലെ ഇരിക്കും. ഉണ്ടോ, ഇങ്ങനെ ഇരിക്കും പൊട്ടിച്ച. വളരെ ടേസ്റ്റുള്ളൊരു പലഹാരമാണത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയൂ കേട്ടോ. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുവരെയായും എൻ്റെ ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ അപ്പോഴപ്പോൾ കാണാം. ഇനി നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.